ഇപ്പോൾ നമ്മൾ പോകുന്നത് വിശ്വാസ സംരക്ഷണ യാത്രയിൽ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കെ മുരളീധരൻ വേദിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കെ മുരളീധരൻ വരില്ല എന്ന വാർത്ത പ്രചരിച്ചിരുന്നു, ശരിയുമായിരുന്നു. കെ മുരളീധരൻ ശരിക്കും ഇന്ന് വരാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. ഗുരുവായൂരിൽ നിന്ന് കെ മുരളീധരൻ പന്തളത്തേക്ക് എത്തി. അല്പം വൈകിയാണ് എത്തിയത്. പഴകുളം മധു അവിടെയുണ്ട്, അവിടെ ടി സിദ്ദീഖുണ്ട്, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും വേദിയിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നേരിട്ട് കെ മുരളീധരൻ സംസാരിക്കുകയാണ്. 10 മണിക്ക് മൈക്ക് ഓഫ് ചെയ്യണം. അതിനു മുൻപ് തന്നെ കെ മുരളീധരൻ സംസാരിക്കുന്നു. കേൾക്കാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് 4 പദയാത്രകൾ ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചു. അപ്പോൾ ഞാൻ UDF കൺവീനറോട് മലയാള മാസം 1-ാം തീയതിയാണ് തൊഴിലൊക്കെ കഴിഞ്ഞ് ചിലപ്പോ കാരണം മെയിൻ ജാഥ കഴിഞ്ഞല്ല, ഇന്ന് UDF നേതാക്കളുടെ മാർച്ചല്ല, ഇനി എത്തിയില്ലെങ്കിലും നേരത്തെ പറഞ്ഞായി കണക്കാക്കണം എന്ന് സൂചിപ്പിച്ചു. കണ്ണീർ അത് പത്രക്കാരോട് സൂചിപ്പിക്കുകയില്ല. പക്ഷേ കാലത്ത് മുതൽ എല്ലാ ജനങ്ങളും പക്ഷെ ഒരു ഗുണമുണ്ട്. എന്റെ യാത്ര കാഞ്ഞങ്ങാട് ആരംഭിച്ച് ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചവരുടെ എല്ലാ രംഗങ്ങളും എല്ലാ ടിവിയിലും കാണിച്ചു. അത് എടുത്ത സമയത്ത് ഇതൊക്കെ യാത്ര നടക്കുമ്പോൾ ഇതൊന്നും കാണിക്കാൻ നേരം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇന്ന് ഇത് പ്രായശ്ചിത്തമായി കാലത്ത് മുതൽ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഏതായാലും നല്ലൊരു പബ്ലിസിറ്റി തന്നെ ലഭിച്ചു. ഏതായാലും അല്പം വൈകിയ നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കാര്യം അടിയോരായിട്ട് പറയുന്നത്, വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണി എന്നും വിശ്വാസികളോടൊപ്പം ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നണി മുന്നോട്ട് പോകും. കോൺഗ്രസ് പാർട്ടിയിലും ജനാധിപത്യ മുന്നണിയിലൊക്കെ നമ്മളൊരു ദേശീയ പാർട്ടി ആയതുകൊണ്ടും പാർട്ടിക്കകത്ത് പല അഭിപ്രായങ്ങളിലപ്പോൾ അഭിപ്രായങ്ങളുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് വിചാരിച്ച് അതൊന്നും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ UDFന്റെ വിജയത്തിനെ 1% പോലും ബാധിക്കില്ല എന്ന് അടിവരയിട്ട് പറയും. ഇന്നത്തെ ഈ പദയാത്രയോടുകൂടി ആദ്യഘട്ടം അവസാനിക്കുക. എന്നാൽ ഇതുകൊണ്ട് കാര്യം അവസാനിക്കില്ല. 2 കാര്യം ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പാർട്ടി മുന്നണി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചാനലിൽ നമ്മുടെ മന്ത്രി വാസവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് UDF പിന്നെയും സമരം ചെയ്യുന്നത്? ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരോട് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. പക്ഷേ ഇവരൊക്കെ പിണറായിന്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അത് മാത്രമല്ല, സത്യസന്ധമായി റിപ്പോർട്ട് എഴുതിയതിന്റെ പേരിൽ ഒരു IPS ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ പോകാനുള്ള പെർമിഷൻ പോലും കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും ഒപ്പിട്ട് കൊടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഡെപ്യൂട്ടേഷൻ പോകാൻ കഴിഞ്ഞില്ല. IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡോക്ടർ അശോക്, അദ്ദേഹം കാർഷിക വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു, കേര കൃഷിയുടെ വികസനത്തിന് വേണ്ടി വേൾഡ് ബാങ്ക് നൽകിയ തുക വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഒരു അപ്രധാന കോർപ്പറേഷന്റെ ചെയർമാനും MDയുമാക്കി. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP തല്ലിയതിന് കോഴിക്കോട് റൂറൽ SP ആയിട്ടുള്ള ബൈജു പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾ ഒരിക്കലും ലാത്തി ചാർജ് ഉദ്ദേശിച്ചില്ല, എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ചേർന്ന CPM യോഗത്തിൽ ശ്രീ EP ജയരാജനും TP രാമകൃഷ്ണൻ ഉൾപ്പെടെ ഇനി ബൈജുവിനെ പറയാൻ ഡിക്ഷണറിയിലൊന്നും ബാക്കി വെച്ചിട്ടില്ല. ഇവിടെയും ഞങ്ങൾ ഭയപ്പെടുന്നു, ഈ അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് അല്ല നേരിട്ട് കൊടുക്കുന്നത്, പക്ഷേ ഹൈക്കോടതിക്കാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ത് ചെയ്യും?
തനിക്ക് ഹിതകരമല്ലാത്ത റിപ്പോർട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി ഹൈക്കോടതിക്ക് നൽകുന്നതെങ്കിൽ മറ്റൊരു കേസിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ പിണറായി ശിക്ഷിക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കാം. പക്ഷെ CBIയെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച ED നോട്ടീസ് ആവിയായി പോയല്ലോ. CBIക്കാർ വലിയ മോശമൊന്നുമല്ല, കാരണം രണ്ടും തമ്മിൽ രഹസ്യ ബന്ധമാണ് കേന്ദ്രവും കേരളവുമായിട്ട്. ഞങ്ങൾ പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം CBI അന്വേഷണം നടത്താൻ. ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നതുവരെ ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. ഇതിപ്പോ 1ാം ഘട്ടമാണ് ഇവിടെ സമാപിച്ചതെങ്കിൽ വളരെ താമസിയാതെ തന്നെ കോൺഗ്രസിന്റെയും UDFന്റെയും കമ്മിറ്റികൾ ചേർന്ന് അടുത്ത സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. ഒരു കാര്യം വ്യക്തമാണ്, ഇത് അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. നേരത്തെ എന്റെ മുൻ പ്രാസംഗികർ ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, മന്ത്രി വാസവൻ രാജിവെക്കണം, നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. മുൻ ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള അന്വേഷണം 2019 ദേവസ്വം ബോർഡിനെതിരായിട്ട് മാത്രമാവരുത്. 2017 അധികാരത്തിൽ വന്ന ദേവസ്വം ബോർഡുകൾ മുതൽ നിലവിൽ ഉള്ള ദേവസ്വം ബോർഡ് വരെയുള്ള ദേവസ്വം ബോർഡുകളെ കുറിച്ച് അന്വേഷിച്ച് ഈ പറഞ്ഞ പോലെ CBI ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് വേണം തീരുമാനമെടുക്കാൻ. വാസവന്റെ രാജിയിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും പ്രതിപക്ഷം തൃപ്തിപ്പെടില്ല. വാസവൻ സ്ഥിരം ആചാര ലംഘനം നടത്താൻ കൂട്ടുനിൽക്കുന്നത് മുൻപ് കൊടിക്കുന്നിലൊക്കെ പറഞ്ഞു കാണും. അദ്ദേഹത്തിന് സ്ഥിരം ആചാര ലംഘനം അദ്ദേഹത്തിന്റെ ഒരു വകുപ്പിൽപ്പെട്ടതാണെന്നാണ് മൂപ്പര തെറ്റിദ്ധാരണ. ശബരിമലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യം തൊഴുന്ന കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ശബരിമലയിൽ ചെന്ന് കയ്യും കെട്ടി നിൽക്കുക. ഇവിടെ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് ഇരുമുടിക്കെട്ടുമായിട്ട് അയ്യപ്പ ഭക്തന്മാർ മലയൗട്ടുമ്പോൾ അവർക്ക് അയ്യപ്പന്റെ മുഖം കാണാൻ കഴിയുന്നില്ല, ഇദ്ദേഹത്തിനെ കയ്യും കെട്ടി നിൽക്കുന്നുണ്ട്. അത് ആചാര ലംഘനം. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ജാഥ ഏറ്റുമാനൂർ വന്നപ്പോ ഏറ്റുമാനൂർ ഞാൻ അമ്പലത്തിൽ പോയി ദർശനത്തിന്. അവിടെ കൂടിയ ഭക്തജനങ്ങൾ പറയുകയാണ്, സാർ ഈ അമ്പലത്തിൽ 5 വർഷമായിട്ട് ആചാര ലംഘനം നടന്നുകൊണ്ടിരിക്കുക. കാരണം ആ ക്ഷേത്രത്തിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തജനങ്ങൾ വഴിപാടായി നൽകുന്ന കൊടിക്കൂറ അത് പൂജിച്ചാണ് കൊണ്ടുപോവുക. ആ കൊടിക്കൂറ അമ്പലത്തിലെത്തുമ്പോൾ തന്ത്രി അത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് നിയമം. കഴിഞ്ഞ 5 വർഷം തന്ത്രിക്ക് അത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. അത് 5 ഈ വാസവൻ വന്നിട്ട് ഏറ്റുവാങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് എന്താ വാസവൻ തന്ത്രിയാണോ? ഇതിനൊക്കെ ചില നിയമങ്ങളൊക്കെ ഇല്ലേ? തന്ത്രിമാർ ചെയ്യേണ്ട കാര്യം തന്ത്രിമാർ ചെയ്യണം, മന്ത്രിമാർ ചെയ്യേണ്ട ജോലി മന്ത്രിമാർ ചെയ്യണം, ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ജോലി ദേവസ്വം ബോർഡ് ചെയ്യണം. അതിന് പകരം അവിടെ കയറി കൊടിക്കൂറ ഏറ്റുവാങ്ങുക, തന്ത്രി കയ്യും കെട്ടി നോക്കി നിൽക്കുക. അതുപോലെ തന്നെയാണ് ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടായത്. നിങ്ങൾക്കറിയാം, ഇവിടെ അടുത്തല്ലേ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. കൃഷ്ണന്റെ പിറന്നാളിന്റെ അന്ന് അഷ്ടമി രോഹിണിയുടെ ദിവസം, അല്ല ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസം, അന്ന് കേവമായിട്ടുള്ള ജന്മദിനമുള്ള കേവമായിട്ടുള്ള സദ്യയുണ്ട് ക്ഷേത്രത്തിൽ, ആറന്മുള ക്ഷേത്രത്തിൽ. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും സദ്യ വിളമ്പുന്നത് എങ്ങനെയാ? ആദ്യം ഭഗവാന് ഇതൊക്കെ വെച്ച് നിവേദിക്കും. നിവേദനം കഴിഞ്ഞിട്ടാണ് ഭക്തജനങ്ങൾ ഭക്ഷണം കഴിക്കുക. വാസവൻ അവിടെ ചെന്നപ്പോ പറഞ്ഞു, എനിക്ക് ഗ്യാസിന്റെ അസുഖമുള്ളതുകൊണ്ട് എനിക്ക് ആദ്യം വിളമ്പിക്കുക, ഭഗവാന് സൗകര്യം പോലെ വിളമ്പിയാൽ മതിയോ. ഇപ്പൊ അവിടുത്തെ തന്ത്രി കത്തയച്ചിരിക്കുകയാണ്. കെ മുരളീധരൻ സംസാരിക്കുകയാണ്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേൻ എന്നതാണ് ലീഡന്റെ മകന്റെ ഒരു രീതി.